കഴിഞ്ഞ 5 വർഷം സംസ്ഥാനത്ത് ഏറ്റവുമധികം ബസ് സ്റ്റേഷനുകൾ നിർമ്മിച്ച കാലഘട്ടമാണെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ. കൊല്ലം KSRTC ബസ് സ്റ്റേഷനിൽ പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 15 കോടി രൂപ ചെലവഴിച്ച് 2 ഭൂഗർഭ നിലകൾ ഉൾപ്പെടെ 4 നിലകളിലായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സ്, പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നിവ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആലുവ, പത്തനംതിട്ട, പാലക്കാട്, ആറ്റിങ്ങൽ, കായംകുളം എന്നിവിടങ്ങളിലും ആധുനിക ബസ് സ്റ്റേഷനുകൾ ഉയരും. ജീവനക്കാർക്കായി ശീതീകരണ സംവിധാനങ്ങളുള്ള വിശ്രമമുറികൾ ബസ് സ്റ്റേഷനുകളിൽ ഒരുക്കി. തിരുവനന്തപുരത്ത് ജീവനക്കാർക്കായി ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന ആശുപത്രി നിർമ്മിക്കും. കൊല്ലം KSRTC ബസ് സ്റ്റേഷനിൽ പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. നിരന്തരമായ പരിഷ്കാരങ്ങൾ, ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനം എന്നിവയിലൂടെ KSRTCയുടെ വായ്പാ അർഹത പരിധി B കാറ്റഗറിയിലെത്തിച്ചു. ടയറുകളുടെ അറ്റകുറ്റപ്പണിക്കും അവ വാങ്ങി വണ്ടികളിൽ സ്ഥാപിക്കുന്നതിനും സ്വകാര്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെടും. ബസ്സിനകത്ത് ഭക്ഷണം ഉറപ്പാക്കാൻ സ്റ്റാർട്ടപ്പ് കമ്പനിയുമായി ചേർന്ന് പുതിയ സംരംഭം ആരംഭിച്ചു. തിരുവനന്തപുരം എറണാകുളം പാതയിൽ ബിസിനസ് ക്ലാസ് ബസ്സുകളുടെ സർവീസ് ആരംഭിക്കും. ബജറ്റ് ടൂറിസത്തിനായി 10 AC ബസ്സുകൾ കൂടി നൽകിയെന്നും മന്ത്രി പറഞ്ഞു. KSRTC ജീവനക്കാർക്കായി 50 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന സഫയർ സൂപ്പർ ടോപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഇന്ന് കൊല്ലത്തിന്റെ ഒരു ചരിത്ര മുഹൂർത്തമാണ്. കൊല്ലം ബസ് സ്റ്റേഷൻ പുതിയൊരു ആധുനിക മന്ദിരത്തോടുകൂടി, ഒരു സൗകര്യങ്ങളോടുകൂടി ഒരു മന്ദിരം നിർമ്മിക്കാൻ തുടങ്ങുകയാണ്. 15 കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചത്. സർക്കാരിന്റെ ഖജനാവിൽ നിന്നുള്ള പണം കൂടാതെ ശ്രീ മുകേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കൂടി പണം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. മുകേഷിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, കല്ലുകൾ കണ്ടില്ല, ഒരുപാട് കല്ല് കാണണ്ട, 10ാം വർഷം തികയുമ്പോഴുള്ള ഈ കല്ല്, ഈ ഒരൊറ്റ കല്ല് കണ്ടാൽ മതി, നിങ്ങൾ ഇവിടെ ആയിരുന്നു എന്ന് എല്ലാവർക്കും ഓർമ്മ വരും. കാരണം KSRTC കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി. ഞാൻ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ബസ് സ്റ്റേഷന് തല്ലിട്ടു. ശ്രീ ധനകാര്യമന്ത്രി ശ്രീ N ബാലഗോപാലും ഞാനും കൂടിയായിരുന്നു. നാഗർകോവിൽ കളിയിക്കാവിള, കൊല്ലം അഞ്ചാലുമൂട്, തിരുവനന്തപുരം പാതകളിൽ ആരംഭിക്കുന്ന 2 ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളും മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. M മുകേഷ് MLA അധ്യക്ഷത വഹിച്ചു. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിറവിലാണ് ഞാനെന്നല്ല എല്ലാവരും. കാരണം കൊല്ലംകാരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റേഷൻ നവീകരിക്കുക, അല്ലെങ്കിൽ പുതിയത് കെട്ടുക. KSRTC MD ഡോക്ടർ PS പ്രമോദ് ശങ്കർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫ് മുഹമ്മദ്, ATOB അജിത് കുമാർ, സംഘടനാ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.